ആശ്വാസത്തുരുത്തുകൾ ഉണ്ടായിരിക്കണം, സ്നേഹത്തുരുത്തുകൾ, സംവാദത്തുരുത്തുകൾ, ഡയലോഗ് നടന്നുകൊണ്ടേയിരിക്കണം. അഭിമുഖങ്ങളും സംവാദങ്ങളും വ്യക്തിയെ കണ്ടുമുട്ടിക്കൊണ്ടേയിരിക്കണം. രാജ്യങ്ങൾക്കിടയിൽ യുദ്ധമുണ്ടായ സന്ദർഭത്തിൽ ഒരു ഹിന്ദി കവിയുടെ വരികൾ ഞാൻ ഓർക്കുന്നു. രാത് സേ രാത് തക് ബാത്ത് ചലേ, രാത്രി മുതൽ രാത്രി വരെ സംസാരിച്ചു കൊണ്ടേയിരിക്കുക. ആഖിർ തക് മുലാഖാത്ത് ചലേ, അവസാനം വരെ പരസ്പരം കണ്ടുകൊണ്ടേയിരിക്കുക. പരസ്പരം കണ്ടുമുട്ടണം, പരസ്പരം സംവദിക്കണം. ലോകത്ത് മാനവരാശി നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഊഷ്മളമായിട്ടുള്ള സമാഗമങ്ങളും സംവാദങ്ങളും സംഭാഷണം എല്ലാം സഹകരണം, സാഹോദര്യം, സ്നേഹം എല്ലാം കൊണ്ടാണ്. സന്മനോഭാവം, സന്മനസ്സ്, ഇങ്ങനെയുള്ളതായ പോസിറ്റീവായ കാര്യങ്ങളെ ഉണർത്തണം. കൂടിയിരിക്കാനുള്ള മനസ്സ് ഉണ്ടായിരിക്കണം. അതിനെപ്പോഴും കെടാതെ സൂക്ഷിക്കണം. ശൂന്യാകാശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വാഹനങ്ങൾ ലോകത്തെ പല രാജ്യങ്ങളും ഒരുക്കി വെക്കുന്നൊരു കാലത്ത് ഭൂമിയിൽ സഹജീവിയോട് പെരുമാറാൻ ഇപ്പോഴും പഠിക്കാത്ത മനുഷ്യൻ, ഇപ്പോഴും സഹജീവിയുടെ ചോര വാരുന്ന പണി നിർത്തിയിട്ടില്ലാത്ത മാനവൻ, അവൻ ആകാശത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ആകാശത്തെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും താരാപഥങ്ങളും ക്ഷീരപഥങ്ങളും ഉൽക്കകൾ, കൊള്ളിമീനുകൾ, വാൽനക്ഷത്രങ്ങൾ ഒന്നും പരസ്പരം കൂട്ടിമുട്ടുന്നില്ല. മതം, രാഷ്ട്രീയം, പാർട്ടികൾ, സമൂഹങ്ങൾ, സംസ്കാരങ്ങൾ, നാഗരികതകൾ, എവരിത്തിങ് ഷുഡ് മൂവ് ഇൻ ഇറ്റ്സ് ഓൺ ഓർബിറ്റ്, ഷുഡ് നോട്ട് ക്ലാഷ്. ഓരോന്നും സ്വന്തം ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചാൽ കൂട്ടിയിടിക്കുകയില്ല. കൂട്ടിയിടിക്കാൻ കഴിയാത്ത ഭ്രമണപഥങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ശിലാരേഖകളിൽ, മാനസരേഖകളിൽ എത്രയോ മുദ്രണം ചെയ്തു കിടക്കുകയാണ്. എല്ലാവർക്കും ഇടമുണ്ട് ദൈവത്തിൻ്റെ ഭൂമിയിൽ. അതുകൊണ്ട് പുതിയ മാനവികത അന്വേഷിക്കുമ്പോൾ ചരിത്രത്തിലെ ഇന്നലകളിൽ നിന്ന് നന്മകളെ സ്വീകരിക്കണം. മതം, രാഷ്ട്രീയം, കല, സാഹിത്യം, എല്ലാ വിജ്ഞാനങ്ങൾ, ശാസ്ത്രങ്ങൾ, ഇതൊക്കെ തന്നെ എങ്ങനെ മാനവവൽക്കരിക്കപ്പെടണം. ഹ്യൂമനൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്, സയൻസ്, ഈവൻ റിലീജിയൻ. ഹ്യൂമാനിറ്റി മീൻസ് ഹ്യൂമൻ ഡിഗ്നിറ്റി. മനുഷ്യൻ്റെ ഡിഗ്നിറ്റി മാനിക്കുന്നതാണ് ഹ്യൂമാനിറ്റി. എവരി ഇൻഡിവിജ്വൽ ഹാസ് എ ഡിഗ്നിറ്റി. മാൻ ഈസ് ദ മോസ്റ്റ് ഡിഗ്നിഫൈഡ് പേഴ്സൺ. ഏറ്റവും ബഹുമാനിതനാണ് മനുഷ്യൻ. ഓരോ വ്യക്തിയും ബഹുമാനിതനാണ്. മതം, സമുദായം, സംസ്കാരം, ഇതൊന്നും ഈ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന കാര്യമല്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്റ്റേറ്റ്മെൻ്റാണ് ഇമ്മാനുവൽ കാണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. മാൻ ഈസ് ദ മെഷർ ഓഫ് എവരിതിങ്. മനുഷ്യനാണ് എല്ലാറ്റിൻ്റെയും അളവുകോൽ. നത്തിങ് മോർ ആൻഡ് നത്തിങ് ലെസ് എന്ന് ഞാൻ കൂട്ടിച്ചേർക്കുന്നു. മാൻ ഈസ് ദ മെഷർ ഓഫ് എവരിതിങ്. എല്ലാറ്റിൻ്റെയും മനുഷ്യനെ കൊണ്ട് അളക്കുക. സയൻസ് മനുഷ്യത്വത്തെ കൊണ്ട് അളക്കണം. താൻ കൊണ്ടു നടക്കുന്ന മതം മനുഷ്യത്വത്തെ കൊണ്ട് അളക്കാനാണ് യേശു നിരന്തരം ഉണർത്തിയത്. ഏറ്റവും നല്ല മനുഷ്യനാരാണെന്ന് ചോദിച്ചു തിരുനബിയോട്. അവിടുത്തെ മറുപടി വളരെ ലളിതമായിരുന്നു. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാളെ നോവിക്കാത്തവൻ എന്ന്. മറ്റുള്ളവനെ ആദരിക്കാൻ പഠിക്കണം. വൈവിധ്യത്തെ ആസ്വദിക്കാൻ പഠിക്കണം. വ്യത്യാസത്തെ അംഗീകരിച്ചാൽ മാത്രം പോരാ. സഹിഷ്ണുത എന്നൊക്കെ പറയുന്നത് അത്ര ശരിയായ വാക്കല്ല. സഹിഷ്ണുത വേണമെന്നാണ് പറയുന്നത്. ടോളറൻസ്, സഹിച്ചാലൊന്നും പോരാ, ബഹുമാനിക്കണം. വ്യത്യാസത്തെ റെസ്പെക്റ്റ് ചെയ്യണം. ഞാനതിനെ ആദരിക്കുന്നവനാവണം. വേഷം, ഭാഷ, മതം, സംസ്കാരം, ചിന്താരീതി അഭിമാനത്തോടെ കൊണ്ട് നടക്കാം, പക്ഷേ ബഹുമാനിക്കാൻ കഴിയണം. എല്ലാ സംസ്കാരവും അടിസ്ഥാനപരമായി സമ്മിശ്രമാണ്. എവരി കൾച്ചർ ഈസ് എസെൻഷ്യലി ആൻഡ് ബേസിക്കലി കോമ്പസിറ്റ്. ഒന്നും ഏകശിലാഖണ്ഡമല്ല. ആ രീതിയിലുള്ള ഒരു പുനർവ്യാഖ്യാനം ഉണ്ടായിരിക്കണം. സമദാനി സാഹിബിനോടുള്ള ഒരുപാട് സ്നേഹം ഒരിക്കൽ കൂടെ. കാരണം നിലാവ് പെയ്യുന്നത് പോലെയാണ് സാഹിബിൻ്റെ സംസാരത്തിനെക്കുറിച്ച് എനിക്ക് പറയാനായിട്ട് തോന്നാറുള്ളത്. അത്രയധികം കാൽപ്പനികതയെ ഇത്രയധികം തുളുമ്പി നിൽക്കുന്ന ഭാഷയിൽ നമ്മളോട് സംവദിക്കാറുള്ള അദ്ദേഹത്തിനോടൊപ്പം ഈ വേദി പങ്കിടുവാൻ കഴിഞ്ഞത് എനിക്ക് ഒരു അഭിമാനമുള്ള നിമിഷങ്ങളാണ്.